ഈ വീഡിയോയിൽ ഫർദർ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് ഇറാഖിൻ്റെ ഉള്ളിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 2 സമയങ്ങളിലായിട്ടാണ് ആക്രമണം നടത്തിയത്. അതുപോലെ 2 സ്ഥലങ്ങളിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാഖിൻ്റെ ഉള്ളിൽ. പ്രത്യേകിച്ച് ഈ അലി അൽ സാദി എന്ന് പറഞ്ഞ ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ വാഷിങ്ടൺ DC-യിൽ വൈറ്റ് ഹൗസിൽ ട്രംപിനെ സന്ദർശിച്ച് മടങ്ങുന്ന സമയത്താണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് അമേരിക്ക ഉപദേശിച്ചു കൊടുത്ത ആ ഇൻസ്ട്രക്ഷൻസ് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഇറാഖിനെതിരെയാണ് ഈ ഇറാൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. US കോൺഗ്രസ്സിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ JD വാൻസിൻ്റെ ചില നിലപാടുകൾ, വിചിത്രമായിട്ടുള്ള ചില നിലപാടുകൾ, അതുപോലെ അമേരിക്ക തുടർന്ന് ഇറാൻ്റെ ഉള്ളിൽ നടത്തുന്ന ആക്രമണങ്ങൾ. അപ്പോൾ അങ്ങനെ ഇറാനും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിരവധി വിഷയങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ JD വാൻസിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങാം. JD വാൻസിൻ്റെ കാഴ്ചപ്പാട്, അമേരിക്കയ്ക്കുള്ളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ 2 തരത്തിലുള്ള നിലപാടുകളുള്ള 2 ടീമുകളുണ്ടെന്നുള്ളത് നമ്മൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് ഈ വാർത്തകൾ തുടർച്ചയായിട്ട് നിങ്ങൾ കാണണം. നമ്മൾ തമ്പനയിലുള്ള വിഷയങ്ങൾ മാത്രമായിരിക്കില്ല വീഡിയോയ്ക്കുള്ളിലുള്ളത്, നിരവധിയായിട്ടുള്ള കണ്ടൻറ്റ് അതിനകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അമേരിക്കയുടെ ഉള്ളിൽ 2 ടീമുകൾ, അതായത് മാർക്കോ റൂബിയോ, പീറ്റർ ഹെഗ്സെത്ത്, അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഹെഡ്, ഇവർ ഒരു ടീമാണ്. JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ മരുമകൻ ജെറഡ് കുഷ്ണർ, ഇവരൊരു ടീമാണ്. ഇപ്പോൾ ഈ JD വാൻസും സ്റ്റീവ് വിറ്റ്കോഫും ജെറഡ് കുഷ്ണറുമാണ് തീവ്രമായിട്ടുള്ള നെഗോസിയേഷനിലേക്ക് ഏർപ്പെട്ടത്, പാകിസ്ഥാൻ ലോബിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ. ഓക്കെ, സ്റ്റീവ് വിറ്റ്കോഫിനും ജെറഡ് കുഷ്ണറൊക്കെ ഇസ്രായേലിനോട് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് JD വാൻസിന് പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കാൻ പറ്റാത്തത്. കാരണം JD വാൻസിന് ഉള്ള ആ ഒരു തീവ്ര നിലപാട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സ്റ്റീവ് വിറ്റ്കോഫിനും ജെറഡ് കുഷ്ണറിനുമില്ല. സ്റ്റീവ് വിറ്റ്കോഫിന് ഒരു 50-50, ജെറഡ് കുഷ്ണർ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളല്ല. അവർ നെഗോസിയേഷൻ ടീമിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ടീമിൽ നിൽക്കുന്നു. അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവർ അർജന്റീനയ്ക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുമല്ലോ, ആ രീതിയിൽ. അപ്പോൾ എന്നാലും വേൾഡ് കപ്പിൽ അർജന്റീന ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, JD വാൻസ് ഇപ്പം ഒരു പ്രസ്താവന ഇന്നലെ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിലൂടെ മാത്രമല്ല, ആക്രമണങ്ങളിലൂടെ മാത്രമല്ല രാജ്യങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്, ചർച്ചയിലൂടെയും ഡിപ്ലോമസിയിലൂടെയും അത് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ ഡിപ്ലോമസിയും ചർച്ചയും ഒക്കെ നടത്തിയ ആളാണല്ലോ. അത് നടത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയ വ്യക്തിയുമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാകിസ്ഥാനിൽ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചർച്ചകളൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ പോയി പങ്കെടുത്ത വ്യക്തിയുമാണ്. അപ്പോൾ അങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ പോയി ഒപ്പുവെച്ച ആ എഗ്രിമെൻറ്റ്, ആ MOU എന്ന് പറഞ്ഞ ആ സാധനം കൺമുന്നിൽ തന്നെ ഒലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് JD വാൻസിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരൻ അടുത്ത ഇലക്ഷനിൽ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന വ്യക്തിയാണ്. ആ സാഹചര്യത്തിൽ ഇതൊരു പരാജയമായിട്ട് കണക്കാക്കപ്പെടും. അത് ആ രീതിക്ക് തന്നെയാണ് JD വാൻസ് അതിനെ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് JD വാൻസ് ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇസ്രായേലിനെ ഇറാൻ്റെ ഉള്ളിൽ ഈ ആക്രമണത്തിൽ ഒപ്പം കൂട്ടാത്തതിന് JD വാൻസ് ആണ് പ്രധാനപ്പെട്ട കാരണം. അതിനെതിരെ, ഇസ്രായേലിനെതിരെ നിലപാടെടുത്തത് JD വാൻസ് ആണ്. ഇന്നലെ അമേരിക്കയുടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട്, ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വോട്ടെടുപ്പ് അവിടെ രേഖപ്പെടുത്തിയപ്പോൾ 314 വോട്ടുകൾ ഇസ്രായേലിന് അനുകൂലമായിട്ടും 104 കോൺഗ്രസ് മെമ്പേഴ്സ് ഇസ്രായേലിനെതിരെയുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതായത് ഇസ്രായേലിന് ഇപ്പം നിലവിൽ കൊടുക്കേണ്ട ആയുധങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാം, വിത്ത് ചെയ്ത് വെക്കാം, അതേ പിന്നീട് കൊടുത്താൽ മതി, ഇപ്പം കൊടുക്കണ്ട. കാരണം എന്താണ്? ഈ തീവ്രവാദികളായിട്ടുള്ള 2 രാജ്യങ്ങളുണ്ടല്ലോ, ഒന്ന് ഇറാഖ്, മറ്റൊന്ന് സിറിയ. സിറിയയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് IS ഭീകരനാണ്. ഇറാഖിൽ അലി അൽ സാദി ഇപ്പം കയറിയിട്ടുണ്ട്. അവിടെയും തീവ്രവാദത്തിന് കുറവൊന്നുമില്ല. ഇത്തരം രാജ്യങ്ങളുടെ നിലപാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്കൊത്ത് ഇറാഖിൽ എണ്ണക്കച്ചവടത്തിനുള്ള താല്പര്യം അമേരിക്കയ്ക്കുണ്ട്. വീണ്ടും പഴയതുപോലെ ഇറാഖിൻ്റെ ഉള്ളിൽ എണ്ണ ഊറ്റാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. കാരണം ഇപ്പം തന്നെ വേൾഡ് നമ്പർ 1 ഓയിൽ എക്സ്പോർട്ടറായിട്ട് അമേരിക്ക മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയ്ക്കുള്ളിലും അമേരിക്കയ്ക്ക് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ട്രംപ് പറയുന്നത് സിറിയയുടെ ഉള്ളിൽ നിന്നും ലെബനൻ്റെ ഉള്ളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണം എന്ന് അമേരിക്ക പ്രഷർ ചെയ്യുകയാണ് ഇസ്രായേലിനെ. ഇപ്പോൾ അത്തരത്തിലൊരു പിന്മാറ്റത്തിന് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ അത് നെതന്യാഹുവിൻ്റെ ഒക്ടോബർ ഇലക്ഷനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അത് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപിന് വഴങ്ങാത്ത നെതന്യാഹുവിനെ ഇൻഡയറക്റ്റ്ലി എതിർക്കുകയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അതിന് പ്രധാനപ്പെട്ട കാരണം JD വാൻസ് ആണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. JD വാൻസ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ കാണാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകാനിരുന്നൊരു സാഹചര്യത്തിലാണ് ഇറാൻ അമേരിക്ക യുദ്ധം, ആ ഒരു കോൺഫ്ലിക്റ്റ് രൂക്ഷമാകുന്നത്.
അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ പോക്ക് ഡിലേ ആയിരിക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. But I definitely think you have seen this very discreet, extremely well-funded campaign to try to derail the negotiation and try to derail the deal. And, you know, there was, again, there's this Time article that came out yesterday. A friend sent it to me. It's like worth reading because it lists a bunch of people who have quite literally been paid by a former Trump campaign person who was himself paid by certain elements within the Israeli government. And those people are attacking me viciously for quite literally trying to accomplish the negotiation objective that the president set for the country. Posts, it's, you know, they're leaking to reporters. They're attacking me obsessively, saying that we should not be negotiating with Iran. We should just keep the military campaign going indefinitely. And that is their explicit position. And coming after me saying that, you know, people have come after me and say that I'm influenced by Qatar, that I'm influenced by foreign governments, that, you know, I take my marching orders from Tucker Carlson, and there's just so much bullshit out there. Like, I don't actually mind. I don't mind that the, you know, let's say certain elements of the Israeli government want to criticize the deal or have disagreements about the deal. I don't even mind an effort to try to influence. You know, foreign governments try to influence the United States all the time. You know, Israel does it, other countries do it. It's just sort of the nature of the beast. What bothers me is actually when Americans allow, meaning American leadership, allows that influence to affect their judgment and to affect what they are advocating for. That's what really bothers me. People are always going to try to influence the United States of America, whether they're allies of ours or whether they're enemies of ours. But again, when I open up the pages of Time magazine and I see that there's a literal foreign influence campaign being funded to tank the very deal that I was pursuing, and oh, by the way, many of the people who were receiving that money were actually attacking me in completely dishonest ways, you know, my response to that is, well, go to hell. I'm going to do what I have to do for the American people. I represent Americans first. JD Vanceന്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം തിങ്കളാഴ്ച 2 ദിവസത്തിന് മുമ്പ് അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ ഇറാഖിൻ്റെ പ്രൈം മിനിസ്റ്റർ അലി അൽ സാദേയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെസ്ബുള്ളയെ ബാൻ ചെയ്യുക, അതായത് അതുപോലെ തന്നെ ഇറാൻ അനുകൂല മിലീഷ്യ ഗ്രൂപ്പുകളെ അവിടെ ഇല്ലാതാക്കുക. ഇറാൻ അനുകൂല മിലീഷ്യ ഗ്രൂപ്പുകൾ ഇറാഖിൻ്റെ ഉള്ളിലുണ്ട്. അവർ ഇപ്പോൾ തല പൊക്കുന്നില്ല തൽക്കാലം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് കുർദുകൾക്ക് കൊടുത്ത പണി എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്ക അല്ലാതെ വേറെയും ഗ്രൗണ്ട് ഫോഴ്സിനെ അയൽ രാജ്യങ്ങളിൽ നിന്നും ഇറാൻ്റെ ഉള്ളിലേക്ക് ഗ്രൗണ്ട് ഫോഴ്സായിട്ട് ഇറക്കി വിടാൻ പറ്റും. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ട്രംപാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നപാടെ ഇന്നലെ ഇറാൻ ഇറാഖിൻ്റെ ഉള്ളിൽ എർബിലുള്ള അമേരിക്കൻ ബേസിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തുക. അതുപോലെ ഇറാഖിൻ്റെ എയർപോർട്ടിലേക്ക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3 കുർദുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. 100% അമേരിക്ക ഇറാൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കില്ല. അമേരിക്കയ്ക്ക് ഇറാൻ്റെ ഉള്ളിൽ ഇപ്പോൾ റെജീം ചേഞ്ച് വരുത്തണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. അവരെ ഹാർഡ് ഹിറ്റ് അറ്റാക്ക് ചെയ്യണം, അവരെ തുരത്തി അടിക്കണം. പല മേഖലകൾ കേന്ദ്രീകരിച്ച് നിർണായക മേഖലകളിൽ പ്രിസൈസ് അറ്റാക്ക് നടത്തണം. അങ്ങനെ ഇറാനെ പടിപ്പടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തളർത്തണം. എന്നിട്ട് അവരെ ടേബിളിലേക്ക് കൈയും കാലും ഇല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കണം. എന്നിട്ട് ഒരു ഡീലിലേക്ക് മുന്നോട്ട് പോകണം. ഇതാണ് അമേരിക്കയുടെ താല്പര്യം. ഇപ്പോൾ കാർഗ് ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ അവിടെ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക മുന്നോട്ട് പോയേക്കാം. അതല്ലാതെ കാർഗ് ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മറൈൻ ഫോഴ്സിനെ വെച്ചിട്ട് ട്രൈ ചെയ്തേക്കാം അമേരിക്ക. അല്ലാതെ ഇറാൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്രൗണ്ട് ഫോഴ്സ് അമേരിക്ക ഒരു കാലത്തും ഇറക്കില്ല. അങ്ങനെ ഇറക്കണമെങ്കിൽ തന്നെ അവർക്ക് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം സോൾജേഴ്സിനെ ഓൺ ദ സ്പോട്ടിൽ ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അത് വലിയ രീതിയിലുള്ള നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത്. അമേരിക്കയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇറാനെ അറ്റാക്ക് ചെയ്യാൻ കുറച്ച് ലോങ് ടൈം അറ്റാക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തി ഇറാൻ്റെ കൈയും കാലും ഓടിച്ച് മേശപ്പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തി ചർച്ച നടത്താനാണ് അമേരിക്കയുടെ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. അങ്ങനെ JD വാൻസിൻ്റെ നേതൃത്വത്തിലാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ് അമേരിക്കയുടെ ഉള്ളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ കൂടി തീരുമാനിച്ച് ഇസ്രായേലിൻ്റെ ബെൻഗുറിയൻ എയർപോർട്ടിൽ നിർത്തിവെച്ചിരിക്കുന്ന 74 റീഫ്യൂവലിംഗ് ടാങ്കർ എയർക്രാഫ്റ്റുകളെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഒരു 20 എയർക്രാഫ്റ്റുകളെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇപ്പോൾ അവിടെ നിലവിൽ 40 മുതൽ 50 റീഫ്യൂവലിംഗ് ടാങ്കർ എയർക്രാഫ്റ്റുകളാണ് അവിടെ ഇപ്പം നിലവിൽ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വളരെ ശക്തമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ
ആ ടാങ്കർ എയർക്രാഫ്റ്റുകൾ അവിടെ നിന്നും വിഡ്രോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഓൾറെഡി ഇസ്രായേലിന് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇത് വിഡ്രോ ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും ഇസ്രായേലിനടുത്ത് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ വിഡ്രോ ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ചോദിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് ആ ടാങ്കർ എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ ഇസ്രായേലിൽ തന്നെ ഉണ്ട്, ബെൻ ഗുറിയൻ എയർപോർട്ടിൽ തന്നെ ഉണ്ട്. അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് മേഖലയിൽ സർവൈലൻസ് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്, നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബന്ദർ അബ്ബാസ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഇതിന് മുമ്പ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബന്ദർ അബ്ബാസ് എന്ന് പറയുന്നത് വലിയൊരു പോർട്ട്, അതേപോലെ അവരുടെ നേവൽ ബേസ് ആണ്. ഇപ്പം അമേരിക്കയും ബോംബ് ഇടുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഏരിയയാണ്. ആ വലിയ ഏരിയയിൽ ഈ ബോംബിംഗ് ഒന്നും ആവുന്നില്ല. അറ്റാക്ക് നടക്കുന്നുണ്ട്, മാസീവായിട്ടുള്ള പൊട്ടിത്തെറികളും നാശനഷ്ടങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആക്രമണം ഇനിയും ഇൻറ്റൻസിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇസ്രായേലും കൂടി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പണി എളുപ്പമായേനെ. പക്ഷേ ഇതിപ്പോൾ അമേരിക്ക ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ നോക്കൂ, 4-5 ദിവസങ്ങളായിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്ത അതേ ലൊക്കേഷൻസ് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആ മേഖലകളിൽ ഇപ്പം ബന്ദർ അബ്ബാസിൽ ഇറാൻ്റെ നേവൽ ബേസിലേക്ക് അമേരിക്ക അറ്റാക്ക് നടത്തി. ഓക്കെ, ഒരു ചെറിയ പോർഷൻ അടിച്ചു, ബാക്കി കടൽ പോലെ കിടപ്പുണ്ട് സ്ഥലം. അവിടെയെല്ലാം വീണ്ടും റഡാർ സ്റ്റേഷൻസും നിരീക്ഷണ ഉപകരണങ്ങളും അതേപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റുകളും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇനിയും അവിടെ ഉണ്ട്. ഇറാൻ ഒരു ചെറിയ സർവൈലൻസ് സിസ്റ്റം വെച്ചുകൊണ്ടല്ല സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ നിയന്ത്രിക്കുന്നത്. അവർക്ക് നിരവധിയായിട്ടുള്ള ഹിഡൻ ഏരിയകൾ വരെ ഉണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ വരെ അവർക്ക് തുരങ്കങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ഡ്രോണുകൾ വരെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളെയൊക്കെ കണ്ടെത്തി അറ്റാക്ക് നടത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇറാനെ തുരത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനാണെന്നുണ്ടെങ്കിൽ ആക്രമണം നടത്താനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ അമേരിക്കൻ ബേസുകളാണ് ഇറാൻ്റെ ആകെയുള്ള ടാർഗറ്റ്. അപ്പോൾ അവിടേക്ക് വീണ്ടും അറ്റാക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു അമേരിക്കൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തിൽ ചെറിയൊരു സ്ഥലമല്ല, ഒരു 10-15 കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു സ്ഥലമായിരിക്കും ഒരു അമേരിക്കൻ ബേസ് എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഒരു മിസൈൽ വന്ന് വീഴുമ്പോഴത്തേക്കും 1 കിലോമീറ്റർ, ഒരു ഡ്രോൺ വന്ന് പതിക്കുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒരു 0.5 കിലോമീറ്റർ. അതാണ് ഇമ്പാക്റ്റിൻ്റെ ആ ഒരു ഡയമീറ്റർ. കാരണം ഇറാൻ്റെ അറ്റാക്കിന് പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ക്ലസ്റ്റർ ടാർഗറ്റുകൾ അയക്കുമ്പോഴത്തേക്കും ചെറിയ തോതിലാണ് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അമേരിക്ക ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൻ്റെ 10% മാത്രമായിരിക്കും ഇറാൻ്റെ ആക്രമണത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസിൽ സംഭവിക്കുന്നത്. ഇതുവരെ ഇറാൻ്റെ ഉള്ളിൽ 35 പേർ കൊല്ലപ്പെട്ടതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. 300-ലധികം പേർക്ക് പരിക്കുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഞാൻ ഇറാൻ ഒഫീഷ്യലി പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതൊക്കെ. ഇറാൻ്റെ ബന്ദർ അബ്ബാസ് നേവൽ ബേസ്, സിസ്താൻ ബലൂച്ച് മേഖല, ഗ്രേറ്റർ തൻ ഐലൻഡ്, ചാബാർ പോർട്ട്, അഹ്വാസ്, ഷിറാസ്, റസാക്ക് എന്ന് പറഞ്ഞ ഏരിയ, ഇത്രയും ഏരിയകൾ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള ഫുട്ടേജസ് ഞാനിവിടെ സൈഡിൽ വെച്ച് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഏത് ലൊക്കേഷനിലാണ് ഈ ആക്രമണം നടന്നതെന്നുള്ളത്. ഇനി അമേരിക്ക ഗ്രേറ്റർ തൻപുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. 1971 ഈ ഗ്രേറ്റർ തൻപ് എന്ന് പറഞ്ഞ ഈ ഐലൻഡ്, UAE കൈവശം ഉണ്ടായിരുന്ന ഐലൻഡ് ഇറാൻ അനധികൃതമായിട്ട് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അനധികൃത കയ്യേറ്റം നടത്തിയ ഇറാൻ്റെ പ്രസൻസ് അവിടെ ഒഴിവാക്കി കൊടുത്ത് ആ ഐലൻഡിനെ തിരികെ UAE ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണമാണ് നടത്തിയത് എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഓരോന്നായിട്ട് എങ്ങനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കാം എന്നുള്ളതിൽ അമേരിക്ക അഗ്രഗണ്യരാണ്. ഈ ഐലൻഡ് അമേരിക്ക UAE തിരികെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രഖ്യാപനം നടത്താതെയും കൊടുക്കാം. യുദ്ധമൊക്കെ അവസാനിച്ചിട്ട് അമേരിക്ക വിജയിച്ചതിന് ശേഷം ഈ ഐലൻഡ് UAE കൈമാറിയാൽ പോരെ. നിലവിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, UAE കൂടി വലിച്ചഴയ്ക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോനാർക്ക്, അതേപോലെ സിറിക്, ഖൊറമാബാദ്, ഖർമൻ, ചാബഹാർ, ഇവിടെ എല്ലാം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. തുടരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റും സർവൈലൻസ് എയർക്രാഫ്റ്റുകളും റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകളും ഹൈ അലേർട്ടും അതേപോലെ സർവൈലൻസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുഷസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും ഇറാൻ ബോർഡർ ഏരിയയാണ്. അതായത് പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും ടോപ്പ് എഡ്ജിൽ കർവ് മാതിരി കിടക്കുന്ന ഏരിയയുടെ അടുത്താണ് ഈ സ്ഥലം. അവിടെയാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ചബഹാർ പോർട്ടിൽ നടത്തിയ അറ്റാക്കിൽ അവിടെ 3 പിയർ ഉണ്ട്. 3 പിയർ മീൻസ് കരയിൽ നിന്നും കടലിലേക്ക് ഒരു എക്സ്റ്റെൻഡഡ് പോർഷൻ മാൻ മെയ്ഡായിട്ട് നിർമ്മിക്കുന്നതാണ്. അത് അവിടെ ബോട്ടുകൾ അടുപ്പിക്കാം, കപ്പലുകൾ അടുപ്പിക്കാം. അതിന് പിയർ എന്ന് പറയുന്നത് കടലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ നീളത്തിൽ ഒരു ഫുട്പാത്ത് പോലെ നമ്മൾ നീട്ടി കെട്ടിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതിനെയാണ് പിയർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇന്ത്യയുടെ പിയർ ആക്രമിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്ക ഇന്ത്യയുടെ അടുത്ത് പറയുകയാണ്,
ഏപ്രിൽ 2026 വരെ നിങ്ങൾ ചബഹാർ പോർട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകണം, കാരണം ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട്. സോ ഞങ്ങൾ മനഃപൂർവ്വം ഇന്ത്യയുടെ പിയറിനെ അറ്റാക്ക് ചെയ്യത്തില്ല, ഇന്ത്യയുടെ പോർഷൻ ഞങ്ങൾ ടച്ച് ചെയ്യത്തില്ല. പക്ഷേ മറ്റു മേഖലകളിൽ ആക്രമണങ്ങൾ നടത്തേണ്ട സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ പിന്മാറണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ 120 മില്യൺ ആണ് അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 10 വർഷത്തേക്കാണ് നമ്മൾ ആ പോർട്ട് ലീസിന് എടുത്തിരിക്കുന്നത്. നമ്മൾ 10 വർഷം ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന ഒരു നഷ്ടം. തീർച്ചയായിട്ടും അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ഇറാൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഭരണകൂടം, അത് ഏത് റെജീം ആയിക്കോട്ടെ, നിലവിലുള്ള റെജീമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മാറി വരുന്ന റെജീം ഏത് തരത്തിൽ ഇന്ത്യയോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. അമേരിക്കയുടെ ആട്ടത്തിനൊത്ത് തുള്ളുന്ന രീതിയിലുള്ള ഒരു പാവയായിട്ടുള്ള സർക്കാരാണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം നമ്മൾ വീണ്ടും ഈ ഒരു ചബഹാർ പോർട്ടിൻ്റെ എഗ്രിമെൻറ്റുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ $120 മില്യൺ കരിഞ്ഞ് പുകയായി പോയിരിക്കുകയാണ്. ഇന്നലെയാണ് അമേരിക്ക ഇന്ത്യയുടെ ആ ഒരു പോർഷൻ, ചബഹാർ പോർട്ടിൻ്റെ ആ ഒരു പോർഷൻ്റെ മേളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള കമൻറ്റും പാസ്സാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പുറപ്പെടുവിക്കേണ്ടതാണ് ഈ ചബഹാർ പോർട്ടിൽ ഇന്ത്യയുടെ പോർഷൻ അറ്റാക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം 10 വർഷത്തെ ലീസ് നിലനിൽക്കുകയാണ്. നമ്മൾ തൽക്കാലം അവിടെ നിന്ന് മാറിയെന്ന് വെച്ചിട്ട് ആ ലീസ് ക്യാൻസൽ ആവുന്നില്ല. സ്റ്റിൽ അത് ഇന്ത്യയുടെ പോർഷനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യുമായിരിക്കാം, നമുക്ക് അങ്ങനെ വിലയിരുത്താം. ഇന്ത്യയുടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അഫ്ഗാനിസ്ഥാൻ ത്രൂ സെൻട്രൽ ഏഷ്യയിലേക്ക് ചരക്ക് ഗതാഗതം പാകിസ്ഥാൻ്റെ ഇടപെടലില്ലാതെ അയക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണത്. അവിടെയാണ് അമേരിക്കയുടെ ആക്രമണം ഇന്ത്യയും കൂടി ബാധിച്ചിരിക്കുന്നത്. പലരും ഈ 120 മില്യൺ ഇന്ത്യക്ക് നഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇന്ത്യക്ക് ഉണ്ടായ നഷ്ടം തന്നെയാണ്, ഇന്ത്യയുടെ ടാക്സ് മണി തന്നെയാണത്. ഇന്ത്യക്കാരുടെ ടാക്സ് മണി, നമ്മൾ ഓരോരുത്തരും പേ ചെയ്യുന്ന ടാക്സ് മണി തന്നെയാണ് ഈ $120 മില്യൺ. അത് തന്നെയാണ് നമ്മൾ ചബഹാർ പോർട്ടിന് വേണ്ടിയിട്ട് ഇറാന് പേ ചെയ്തത്. അപ്പ് ഫ്രണ്ട് ഫുൾ പേയ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ 120 മില്യനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്ക്. ഇപ്പോഴും അമേരിക്കയുടെ ഒരു ആധിപത്യം, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും റൗഡീസമാണ്. നമ്മൾ പോർട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇറങ്ങിപ്പോന്ന് പറയുക, ഏപ്രിൽ വരെ നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറയുക, എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് നമ്മളുടെ മേഖലയെ അറ്റാക്ക് ചെയ്യുക. നമ്മുടെ മേഖല നമ്മൾ തീവ്രവാദത്തിനൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇന്ത്യയുടെ സൈഡ് അറ്റാക്ക് ചെയ്തത്? ഇതിൽ അമേരിക്കയുടെ ഇന്ത്യക്കെതിരെയുള്ളൊരു മെസ്സേജ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസരം കിട്ടിയാൽ ഇന്ത്യക്ക് നഷ്ടം വരുത്താൻ അമേരിക്ക മടി കാണിക്കില്ല, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരു ക്യാൻസർ സെൻറ്റർ അറ്റാക്ക് ചെയ്യപ്പെട്ടതായിട്ട് ഇറാൻ ബ്ലെയിം ചെയ്യുന്നുണ്ട് അമേരിക്കക്കെതിരെ. അതുപോലെ ഇന്നലെ രാത്രി ഉടനീളം ടെഹ്റാൻ്റെ മേളിൽ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിരുന്നു. ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിരുന്നു. തുടരെ ഇൻ്റർസെപ്റ്റേഴ്സ് വന്നുകൊണ്ടിരുന്നു. കുറേയധികം നേരം, 1.5 മണിക്കൂറിലധികം ടെഹ്റാൻ്റെ ഉള്ളിൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിരുന്നു. അത് പ്രവർത്തിച്ചിരുന്നു. എന്തിനാണെന്നുള്ളത് വ്യക്തമല്ല. അമേരിക്കയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് അവർ ആക്രമണം നടത്തിയ ലൊക്കേഷൻ്റെ പേരിൽ ടെഹ്റാൻ ഇല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക ടെഹ്റാൻ്റെ ഉള്ളിൽ സക്സസ്ഫുള്ളി അറ്റാക്ക് നടത്താത്തത് കൊണ്ടാണോ ആ പേര് പറയാത്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഫുട്ടേജസ് പുറത്തു വന്നിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനിയെ അടക്കം ചെയ്തിരിക്കുന്ന ഇമാം റേസ ഷെറൈനിൽ ഒരു വൻ തീപിടുത്തമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ വലിയൊരു അപകടം തന്നെ നടന്നിട്ടുണ്ട്. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഉള്ളിൽ, അതായത് ഇൻസൈഡ് ഇറാനിൽ ശരിക്കും അണ്ടർഗ്രൗണ്ട് മിസൈൽ ശേഖരങ്ങൾ, അണ്ടർഗ്രൗണ്ട് ഡ്രോൺ സ്റ്റോറേജ് യൂണിറ്റുകൾ ഇതൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടെത്തി അവിടേക്ക് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഉള്ളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതേപോലെ അണ്ടർഗ്രൗണ്ട് ഏരിയകൾ കണ്ടെത്തിക്കൊണ്ടുള്ള ആക്രമണമാണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഉള്ളിൽ സിവിലിയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് അമേരിക്കയ്ക്കെതിരെ ഇറാൻ ഉയർത്തുന്നത്. അതുപോലെ ഇറാൻ്റെ ഉള്ളിൽ നിരവധി റഡാർ സിസ്റ്റംസ്, അവരുടെ സർവൈലൻസ് യൂണിറ്റുകൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റുകൾ, ഇത്തരത്തിലുള്ള സകല സംവിധാനങ്ങളും അടിച്ച് തൊലച്ച് കൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇറാൻ ഛിന്നാഭിന്നമായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഇസ്രായേൽ ഒരു പരിധിവരെ ഇറാൻ്റെ ഇൻറ്റർണൽ സ്ട്രക്ചർ അടിച്ച് തൊലച്ച് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇസ്രായേലിനെ ഇനിയും കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ IRGCക്കുള്ളിൽ നിരവധി ജീവൻ നഷ്ടപ്പെടും. IRGCയുടെ തലപ്പത്തുള്ള അടുത്ത നെക്സ്റ്റ് ലെവൽ ലീഡേഴ്സ് എല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് ഇസ്രായേലിനെ കൊണ്ടുവരണമെന്ന് താല്പര്യമുണ്ടെങ്കിലും അതിന് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു കൂട്ടം ആൾക്കാർ, JD വാൻസ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല.
അതാണ് ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്ന വെല്ലുവിളി. ഡയറക്റ്റ് എൻട്രിക്ക് ഒരു ഓപ്ഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കി നിൽക്കുകയാണ്. പിന്നെ പരമാവധി ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ വരുതിക്ക് വരുത്താൻ ഇസ്രായേലിന് കഴിയും. അതിൻ്റെ തെളിവാണ് സെനറ്റിൽ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ ഇസ്രായേലിനെ അനുകൂലിച്ച് 314 പേര് വോട്ട് രേഖപ്പെടുത്തിയത്. JD വാൻസ് തന്നെ അമ്പരന്ന് പോയി. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു നിലപാടിന് വേണ്ടിയിട്ട് റഫറൻഡം കൊണ്ടുവരുമ്പോഴും അവിടെ ഇസ്രായേലാണ് വിജയിക്കുന്നത്. മിക്കവാറും JD വാൻസ് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. ഇസ്രായേൽ അതിനുള്ള പണിയെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം JD വാൻസ് പറഞ്ഞു വെക്കുന്നത് ഇസ്രായേലാണ് ഇപ്പം ഈ മൊമെന്റിൽ അമേരിക്ക ഇറാനെതിരെ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് ആരോപണം ഉയർത്തിയിരിക്കുന്നത്. അമേരിക്കൻ ടാക്സ് പേയേഴ്സിൻ്റെ മണി ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് JD വാൻസിൻ്റെ നിലപാട്. അമേരിക്കയ്ക്കുള്ളിൽ ജൂവിഷ് കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് JD വാൻസ് മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുപോലെ ഈ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഏരിയയിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ മേലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അമേരിക്ക. എന്തിനാണെന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ. സൗദി അറേബ്യയ്ക്ക് 1.96 ബില്യൺ ആയുധങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ് അമേരിക്ക. അതേപോലെ 484 മില്യൻ്റെ ആയുധങ്ങൾ കുവൈറ്റിലേക്കും അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അർജന്റായിട്ട് അയച്ചു വയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കുവൈറ്റിലെ എയർബേസിൽ നിന്നും അമേരിക്ക ഇറാനിന് മേലുള്ള ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. കുവൈറ്റിൻ്റെ ബേസ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം വെറുതെ ഇരുന്ന കുവൈറ്റിനെ തുടരെ ആക്രമിച്ച് ഇറാൻ ഈ അടി ചോദിച്ചു വാങ്ങിക്കുകയാണ്. ഇനി അമേരിക്ക കുവൈറ്റിൻ്റെ ബേസിൽ നിന്നും ഇറാനിലേക്ക് ആക്രമണം നടത്തും. അത് ഇന്നലെ അവിടെ നിന്നും ആക്രമണം നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.